നമസ്കാരം. 8800-ലധികം അടി ഉയരത്തിൽ ഹിമാലയൻ ഭൂപ്രദേശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വളരെ ദുർഘടമായ എയർ സ്ട്രിപ്പാണ് ഈ കാർഗിൽ എയർ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. എന്തായാലും വ്യോമസേനയിലെ പൈലറ്റുമാർക്ക് ഉൾപ്പെടെ വലിയ വെല്ലുവിളി തന്നെയാണ് ഈ കാർഗിൽ എയർ സ്ട്രിപ്പ് ഇത്രയും കാലം ഉയർത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഇന്ത്യൻ വ്യോമസേനയുടെ C-130J വിമാനം കാർഗിൽ എയർ സ്ട്രിപ്പിൽ ആദ്യമായി വിജയകരമായി തന്നെ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. രാത്രി ലാൻഡിങ്ങിന്റെ വീഡിയോ പങ്കുവെച്ചുകൊണ്ട് വ്യോമസേന തന്നെയാണ് ഈ വിവരം രാജ്യത്തെ അറിയിച്ചിരിക്കുന്നത്. പരിശീലന ദൗത്യത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ വ്യോമസേന പുറത്തുവിട്ടിട്ടില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ വർഷം നവംബറിൽ വ്യോമസേന അതിന്റെ ലോക്ഹീഡ് മാർട്ടിൻ C-130J-30 സൂപ്പർ ഹെർക്കുലീസ് സൈനിക ഗതാഗത വിമാനങ്ങൾ ഉത്തരാഖണ്ഡിലെ വളരെ ദുർഘടമായ ഒരു എയർ സ്ട്രിപ്പിൽ വിജയകരമായി തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷം വ്യോമസേന ഈ വിമാനം തന്നെയാണ് സുഡാനിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി, രക്ഷാ ദൗത്യങ്ങൾക്ക് വേണ്ടിയും മറ്റും ഉപയോഗിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ഈ കാർഗിൽ എയർ സ്ട്രിപ്പ് എന്ന് പറയുന്നത് പൈലറ്റുമാർക്ക് പലപ്പോഴും വലിയ വെല്ലുവിളികൾ ഉയർത്താറുണ്ട്. പ്രവചനാതീതമായ കാലാവസ്ഥ തന്നെയാണ് അവർക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ തടസ്സം. ശക്തമായ കാറ്റ്, കനത്ത മഞ്ഞുവീഴ്ച, ഇതൊക്കെ മറികടന്നുകൊണ്ടാണ് രാത്രിയിൽ വിജയകരമായി ഒരു ലാൻഡിംഗ് നടത്തിയിരിക്കുന്നത്. ഒരു നിസ്സാരമായ കാര്യമേ അല്ല, ചരിത്രപരമായ വിജയം എന്ന് തന്നെയാണ് വ്യോമസേന ഇതിനെ വിശേഷിപ്പിക്കുന്നത്. നമുക്കറിയാം, കാർഗിലിലെ യുദ്ധ സമയത്ത് കാർഗിൽ മലനിരകൾക്ക് മുകളിൽ നിലയുറപ്പിച്ചിരുന്ന പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തുന്നതിന് വേണ്ടി ദിവസങ്ങളോളം നടന്നുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം മലമുകളിലേക്ക് ചെല്ലുന്നത്. കാർഗിൽ യുദ്ധ സമയത്ത് വിമാനത്തിൽ സൈനികരെ ഡംപ് ചെയ്യാൻ പോലും സാധിച്ചിരുന്നില്ല. ആ ഒരു അതേ കാർഗിൽ തന്നെയാണ് ഇപ്പോൾ അവിടുത്തെ എയർ സ്ട്രിപ്പിൽ വ്യോമസേന ചരിത്ര വിജയം രചിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.